നമസ്കാരം പ്രിയപ്പെട്ടവരെ, പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിന്റെ തടി കുറഞ്ഞിട്ടുണ്ടല്ലോ ബൈജു, എങ്ങനെയാണ് കുറഞ്ഞതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഞാനിത് ഡയറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പൊരിച്ച അയില, ഓക്കെ, 2 എണ്ണം. അതുപോലെ തന്നെ അയിലക്കറി, ചിക്കൻ കറി ഉണ്ട്. അതുപോലെ തന്നെ ചോറ് വളരെ കുറച്ചേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ചോറ് നമ്മൾ കുറക്കണം, ഓക്കെ. അതുപോലെ തന്നെ ഇതൊന്നും തോരണ മെഴുക്ക് വരട്ടി, ഓക്കെ. ഇത് നല്ല പയർ മെഴുക്ക് വരട്ടിയാണ്, നല്ല കിടിലൻ മെഴുക്ക് വരട്ടി. ഏറ്റവും സ്പെഷ്യൽ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് അമ്പഴങ്ങ അച്ചാർ. നമ്മൾ അമ്പഴങ്ങനെ കൊണ്ടുണ്ടാക്കുന്ന അച്ചാറാണ്. ഗംഭീര ടേസ്റ്റാണ്, അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ് ഡയറ്റ് പ്ലാനിൽ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് മീൻ കറി ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. വായിൽ വെള്ളം വരലായി, തിന്നാനും പറ്റാത്ത അവസ്ഥയായി. ഇത് കുഴച്ച് നിങ്ങൾ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കുഴച്ച് അതിലേക്ക് നമുക്ക് മെഴുക്ക് വരട്ടി വെക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ മിക്കവാറും തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കളയാറുണ്ട്, പക്ഷേ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ കഷ്ണം ഇതാണ്ടല്ലേ, ചിക്കൻ നല്ല കിടിലൻ ചിക്കൻ കറിയാണ്, സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അമ്മ ആക്കിയത്. അമ്മയുടെ സ്പെഷ്യൽ ഗ്രേവിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ഇതാണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കയ്യിലെടുക്കണം. എടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുണ്ടയാക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉണ്ടയാക്കി കഴിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടയായിട്ട് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് സൂപ്പർ. അപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ച അയില, ഇത് നമ്മൾ ഷോയ്ക്ക് വെച്ചതല്ലല്ലോ, അതിങ്ങനെ ഉണ്ടല്ലേ അതിനകത്തേക്ക് വെക്കുക. ഓക്കെ, അതേ സമയത്ത് തന്നെ നമുക്ക് മീനിൻ്റെ ചാറ് ഇതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ ഒരു കഷ്ണം അയിലയുടെ കഷ്ണം മീൻ, ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു നമ്മുടെ അച്ചാറും ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ നമുക്ക് കുഴയ്ക്കാതെ കഴിക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ഉണ്ടയായിട്ടാണ് കഴിച്ചത്, ഇനി ഉണ്ടയില്ലാതെ കഴിക്കാം. വാ